അറ്റൻഷൻ ഡോക്ടേഴ്സ്. അതെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുവൈറ്റിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന GP കാറ്റഗറി ജനറൽ പ്രാക്ടീഷണേഴ്സ്, പിന്നെ സ്പെഷ്യലിസ്റ്റ്, ഡോക്ടർ സ്പെഷ്യലിസ്റ്റ്, അതുപോലെ തന്നെ ജനറൽ ഡെന്റിസ്റ്റ്, ഡെന്റൽ സ്പെഷ്യലിസ്റ്റ്, ത്രൂ എല്ലാവരുടെയും ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരാണ്. എങ്ങനെ നിങ്ങൾക്ക് കുവൈറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ്. സോ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടും കാണണം വിത്തൗട്ട് സ്കിപ്പിംഗ്. ഫസ്റ്റ് നിങ്ങളുടെ രജിസ്ട്രേഷൻ വാലിഡ് ആണെന്നുള്ളതാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ മെഡിക്കൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ എക്സ്പയറി ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത് എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് അത് റിന്യൂ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഗുഡ് സ്റ്റാൻഡിങ് അല്ലേ? ഗുഡ് സ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. കുവൈറ്റിന് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഡോക്ടേഴ്സിന് എന്താ പറയുക, MBBS ആൻഡ് സ്പെഷ്യലിസ്റ്റിനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ കൗൺസിലിൽ നിന്ന് എടുക്കാം. ജനറൽ ഡെന്റിസ്റ്റ് ആൻഡ് ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെന്റൽ കൗൺസിലിൽ നിന്ന് ഗുഡ് സ്റ്റാൻഡിങ് എടുക്കണം. അത് കുവൈറ്റിന്റെ മിനിസ്ട്രിക്ക് ആയിരിക്കണം ഗുഡ് സ്റ്റാൻഡിങ് പോവേണ്ടത്. ഒരു കോപ്പി കാൻഡിഡേറ്റിനും വരണം. അങ്ങനെ ആയിരിക്കണം ഗുഡ് സ്റ്റാൻഡിങ് അപ്ലൈ ചെയ്യേണ്ടത്. ദെൻ ഇതിന്റെ എക്സ്പീരിയൻസ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഒരു 3 to 5 years ഓഫ് എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് കാറ്റഗറിയിലുള്ളവർക്ക്, അത് GP ആയാലും സ്പെഷ്യലിസ്റ്റ് ആയാലും അതുപോലെ തന്നെ BDS ആയാലും MDS ആയാലും നമുക്കൊരു 3 to 5 years ഓഫ് എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ്. അപ്പോൾ GP ആകുമ്പോൾ നമുക്ക് MBBS മാത്രമാണെന്നുണ്ടെങ്കിൽ MBBS മാത്രം വെരിഫൈ ചെയ്താൽ മതി. സ്പെഷ്യലൈസേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ MBBSും MD അല്ലെങ്കിൽ MS-ഉം DNB ഒക്കെ വെരിഫൈ ചെയ്യണം മാൻഡേറ്ററി ആയിട്ടും. അങ്ങനെയുള്ള കേസിൽ ആ ഒരു MDക്ക് ശേഷമുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഡെന്റിസ്റ്റിനാകുമ്പോൾ BDS മാത്രമുള്ളവർക്ക് BDSും ഇന്റേൺഷിപ്പും മാത്രം വെരിഫൈ ചെയ്യാം. പിന്നെ അവിടെ എക്സ്പീരിയൻസ് എന്നുള്ളത് BDSന് ശേഷമുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. MDS ഉള്ളവർക്ക് MDSന് ശേഷമുള്ള 3 to 5 yearsന്റെ എക്സ്പീരിയൻസ് വേണം. MDSന് ശേഷം റെസിഡൻസി പ്രോഗ്രാമും മാൻഡേറ്ററി ആയിട്ട് വെരിഫൈ ചെയ്യണം. പിന്നെ ഈ 2 കാറ്റഗറിയിലും ജനറലി വരുന്നത് എല്ലാ മാർക്ക് ഷീറ്റ്സ് വേണം, ട്രാൻസ്ക്രിപ്റ്റ്, പിന്നെ നിങ്ങളുടെ ഗുഡ് സ്റ്റാൻഡിങ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് കോപ്പി, മെയിൽ ID, മൊബൈൽ നമ്പർ, അഡ്രസ്, ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഡേറ്റാ ഫ്ലോയ്ക്ക് വേണ്ടത്. PG പ്രോഗ്രാം റെസിഡൻസി, മറ്റേത് ഇന്റേൺഷിപ്പ്. BDS GP ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്റേൺഷിപ്പ് ആഫ്റ്റർ യുവർ ക്വാളിഫിക്കേഷൻ. പിന്നെ സ്പെഷ്യലൈസേഷന് ശേഷം അങ്ങനെ കൂടുതൽ MDക്കോ DNBക്കോ ഒന്നും വേറെ ഒന്നും ഉണ്ടാവില്ല. MDSനാണ് ഈ റെസിഡൻസി പ്രോഗ്രാം ഉള്ളത്. അത് മാൻഡേറ്ററി ആയിട്ടും ആഡ് ചെയ്യണം. ഓക്കെ, കുവൈറ്റിന് ഡേറ്റാ ഫ്ലോ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഡേറ്റ ചെക്ക് ഒരു സമയം വരെ ചെയ്തിരുന്നു, പക്ഷെ അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുവൈറ്റിന്റെ പ്രോമെട്രിക് എക്സാം. എത്രയോ നാള് കുവൈറ്റിന് പ്രോമെട്രിക് എക്സാം ഇല്ലായിരുന്നു. റീസെൻ്റ്ലി കുവൈറ്റിനും എക്സാം ആയിട്ടുണ്ട്. അത് ഏതൊക്കെ ടൈറ്റിൽസ് ആണ് അതിലുള്ളതെന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഒരു സ്പെസിഫിക് ടൈറ്റിൽസിന് അത് കാണും, ചിലർക്ക് അത് എക്സാം കാണില്ല. അപ്പൊ അത് നമ്മൾ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. അതെ അതെ, മിക്കവാറും എല്ലാവർക്കും എക്സാം എഴുതുന്ന ഒരു ക്വാളിഫിക്കേഷൻ അങ്ങനെ വരും. അതൊരു ബിൽഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഡേറ്റാ ഫ്ലോ ആൻഡ് പ്രോമെട്രിക് എക്സാമിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ BDSനും നമ്മുടെ MBBSനുള്ള കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. MBBSന്റെ ആകുമ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 40 daysന്റെ ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ്. ഒരു ആപ്പ് ത്രൂ ആയിരിക്കും MBBSന്റെ കോച്ചിങ് വരുന്നത്. ആ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ആക്സസ് ചെയ്യാൻ പറ്റും. മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം, അതുപോലെ തന്നെ സിലബസ് ഫുൾ അതിലുണ്ടാവും, അതെല്ലാം എടുത്ത് നോക്കാം, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഇതെല്ലാം ആ ആപ്പിൽ ചെയ്യാൻ പറ്റുന്നതാണ്. BDS ആകുമ്പോഴേക്കും നമുക്ക് ലൈവ് കോച്ചിങ് ആണ് വരുന്നത്. നമ്മുടെ ട്യൂട്ടർ ലൈവായിട്ടിരുന്ന് നിങ്ങളെ പഠിപ്പിക്കും, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പോകും. ടെസ്റ്റുകൾ കാണും, ടെസ്റ്റ് സീരീസ് ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിലും സ്റ്റഡി മെറ്റീരിയൽസ്, എല്ലാത്തിലും കോച്ചിങ്ങിൽ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിക്ക് നമുക്ക് കോച്ചിങ് ഇല്ല, പക്ഷേ സ്റ്റഡി മെറ്റീരിയൽസിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് നമ്മുടെ എംബസി അറ്റസ്റ്റേഷൻ്റെ പ്രോസസ്സാണ് വരുന്നത്. എംബസി അറ്റസ്റ്റേഷൻ നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും അറ്റസ്റ്റ് ചെയ്യുന്നത് SLC, +2, നമ്മുടെ മെയിൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, രജിസ്ട്രേഷന്, പിന്നെ എക്സ്പീരിയൻസ്, ഇത്രയും ഡോക്യുമെൻറ്റ്സ് മാൻഡേറ്ററി ആയിട്ടും അറ്റസ്റ്റ് ചെയ്യേണ്ടി വരും. ബാക്കിയുള്ള കൺട്രീസ് പോലെ മെയിൻ ഡിഗ്രി മാത്രം അറ്റസ്റ്റ് ചെയ്താൽ പോരാ. കുവൈറ്റിന് അവരെല്ലാ ഡോക്യുമെൻറ്റ്സും അറ്റസ്റ്റ് ചെയ്യാൻ മാൻഡേറ്ററി ആയിട്ടും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ എംബസി അറ്റസ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡയറക്ട്ലി മൈഗ്രേറ്റ് ചെയ്യാം. പിന്നെ മറ്റുള്ള ലൈസൻസിങ് പ്രൊസീജിയേഴ്സ് എല്ലാം നിങ്ങളുടെ എംപ്ലോയർ ആയിരിക്കും ചെയ്തു തരുന്നത്. പിന്നെ ഡോക്ടേഴ്സ് ഒക്കെ ആകുമ്പോൾ എപ്പോഴും ഒരു ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് തന്നെ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഡെന്റിസ്റ്റിനൊക്കെ ഓൺ ക്ലിനിക്ക് ഉണ്ടാവും. അങ്ങനെയുള്ളവർ ഡേറ്റാ ഫ്ലോട്ട് ടൈമിൽ അതിൻ്റെ ക്ലിനിക്കിൻ്റെ രജിസ്ട്രേഷനും അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് എല്ലാം നമ്മുടെ ഓൺ ക്ലിനിക്ക് ആണെന്ന് കാണിക്കുന്ന ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. പിന്നെ മിക്കവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ നെയിമിന്റെ ഒരു ചേഞ്ച് വരുമ്പോൾ അതെങ്ങനെയാണ് ഡേറ്റാ ഫ്ലോയിൽ റിസോൾവ് ചെയ്യാന്നുള്ളത്. ഇപ്പം ഓൾമോസ്റ്റും ലേഡീസ് ഇത് മാരേജ് കഴിയുമ്പോൾ ഹസ്ബൻഡിന്റെ പേരായിരിക്കും പാസ്പോർട്ടിൽ വരിക, പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സിൽ ഫാദർ നെയിം ആയിരിക്കും സർനെയിം ആയിട്ട് വരുന്നത്.
അങ്ങനെയുള്ള കേസിൽ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത് ആ ഒരു ഇഷ്യൂ റിസോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്പീരിയൻസ് എപ്പോഴും ശ്രദ്ധിക്കുക, ആഫ്റ്റർ രജിസ്ട്രേഷനുള്ള എക്സ്പീരിയൻസേ കുവൈറ്റ് എടുക്കത്തുള്ളൂ. BDSന് ശേഷം MDS ചെയ്തവരാണെങ്കിൽ ആഫ്റ്റർ MDS ഉള്ള എക്സ്പീരിയൻസും, പിന്നെ എന്താ പറയുക MBBSന് ശേഷം MD ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ MD എക്സ്പീരിയൻസും ആണ് എടുക്കുന്നത്. അത് നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉള്ളത് ആ സ്റ്റേറ്റിൽ തന്നെ എക്സ്പീരിയൻസ് വേണമെന്ന് നിർബന്ധമില്ല. വേറെ സ്റ്റേറ്റിൽ നിന്നാലും എക്സ്പീരിയൻസ് അക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കുവൈറ്റിൻ്റെ ഡോക്ടേഴ്സ് അതുപോലെ തന്നെ ഡെൻറ്റിസ്റ്റ് കാറ്റഗറിയിൽ പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ആയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബൈ ബൈ. നോട്ടിഫിക്കേഷൻ ഓളും കൂടെ പ്രസ് ചെയ്യാം. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഈ വീഡിയോ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സിനും ഇതുപോലെ മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു എന്താ പറയുക ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ താങ്ക് യു ഓൾ. സീ യു സൂൺ. ബൈ.